എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ചെയ്ത വീഡിയോയിൽ മണ്ഡലകാലത്തെക്കുറിച്ച് ഷോർട്ട് വീഡിയോയിൽ ചെറിയ ചില വിഷയങ്ങൾ പറഞ്ഞിരുന്നു. അതിന്നും ഒരു വീഡിയോയിൽ, ലോങ് വീഡിയോയിൽ അതിനെക്കുറിച്ച് വിട്ടിരുന്നു. എന്താണ് മണ്ഡലകാലം എന്നാൽ ചോദിച്ചിരുന്നു. മണ്ഡലകാലത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ഉത്തരം പറയുവാനായിക്കൊണ്ട് സൂര്യചന്ദ്രന്മാരെക്കുറിച്ചുള്ള ശാസ്ത്രീയപരമായിട്ടുള്ള അറിവോ പരിജ്ഞാനമോ നമുക്കില്ലാത്തത് കൊണ്ട് ആയതിനെക്കുറിച്ച് കൂടുതൽ വിവരണങ്ങൾ നൽകുക അസാധ്യമാണ്. എങ്കിലും എളിയ അറിവിലൂടെ എപ്രകാരമെങ്കിലും ചെറിയ രീതിയിലുള്ള മറുപടി തരാനായിക്കൊണ്ട് ഞാൻ ബാധ്യസ്ഥനായതുകൊണ്ട് ഇപ്രകാരം വലിയ വിവരം വിവരിക്കുന്നു. ഒരു മണ്ഡലകാലം എന്നാൽ 41 ദിവസമാണെന്ന് പറയുകയുണ്ടായി. അത് സൂര്യവർഷം 365 ദിവസമായിട്ടുള്ളൊരു വർഷം കണക്കാക്കുമ്പോൾ ചന്ദ്രവർഷമായി അത് 365 ദിവസം, സൂര്യവർഷമായി 365 ദിവസം സൂര്യവർഷമായി കണക്കാക്കുമ്പോൾ 324 ദിവസം ചന്ദ്രവർഷമായി കണക്കാക്കുന്നു. ഈ ഒരന്തരം ദിവസങ്ങളെ ചന്ദ്രവർഷത്തിൽ കുറവുള്ള ദിവസം ഒരു മണ്ഡലകാലം എന്നാൽ 41 ദിവസം ആകുന്നു. സൂര്യവർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചന്ദ്രവർഷത്തിൽ 41 ദിവസത്തെ കുറവ് കണക്കാക്കപ്പെടുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഒരു മണ്ഡലകാലം 41 ദിവസം എന്നുള്ളത് എപ്രകാരമാണോ ഇതിലേക്കായി എടുക്കുന്നത്, അത് നവഗ്രഹങ്ങളെ സ്വാധീനിച്ചുകൊണ്ടുള്ള ദിവസമായിട്ട് കണക്കാക്കുന്നു. അങ്ങനെയാണെങ്കിൽ നവഗ്രഹങ്ങളെ കൊണ്ട് ആയതിനെക്കുറിച്ച് പരിശോധിച്ചാൽ ഒരു നവഗ്രഹം 9 നവഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ 9 എന്ന് ആ വാക്കിൽ തന്നെ ഉണ്ടെങ്കിലും എല്ലാവർക്കും അത് അറിയണം എന്നില്ല. എങ്കിലും ഒരു ഗ്രഹത്തെ കൊണ്ട് ഒരു മണ്ഡലം എന്ന തോതിൽ 41 വട്ടം അല്ലെങ്കിൽ അപ്രകാരമുള്ള രീതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ശാസ്ത്രലോകം. ജ്യോതിശാസ്ത്രമായിക്കൊള്ളട്ടെ, ഗ്രഹങ്ങളെക്കുറിച്ചും സൂര്യചന്ദ്രന്മാരെക്കുറിച്ചൊക്കെയുള്ള പഠന വിദഗ്ധരായിക്കോട്ടെ, ശാസ്ത്രജ്ഞന്മാരായിക്കോട്ടെ അപ്രകാരം പറയുന്നു. പിന്നീട് ശാസ്ത്രീയപരമായിട്ടുള്ള വിവരങ്ങളും കാര്യങ്ങളും നമുക്ക് പറയാൻ ആയതിനെക്കുറിച്ച് പഠിക്കാത്തത് കൊണ്ട് നമുക്ക് കൂടുതലായിക്കൊണ്ട് വിവരിക്കാനായിക്കൊണ്ട് സാധ്യമല്ല. സാധ്യമാകുന്ന എളിയ വിവരമാണ് ഈ പറയുന്നതെന്നറിയണം. ഈ നവഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആയതിൽ നക്ഷത്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, മാസങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്, ദിവസത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഇപ്രകാരമുള്ള കലകളെല്ലാം, വർണ്ണങ്ങളും ചമയങ്ങളും അലങ്കാരങ്ങളുമെല്ലാം ആയതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മണ്ഡലകാലത്തെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. 941 വെച്ച് കൂട്ടുമ്പോൾ ഒരു വർഷത്തിൽ 369 ദിവസം കാണുന്നു. ഇംഗ്ലീഷ് ഡേറ്റ് നോക്കുമ്പോൾ പിന്നീട് അത് അങ്ങോട്ട് പരിശോധിക്കാൻ നിന്നില്ല. കാരണം ആളുകൾ എന്നെ പഞ്ഞിക്കിടും എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം 365 ദിവസമുള്ളൊരു വർഷത്തിൽ ഞാനത് 369 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ള അന്തരങ്ങൾ ശാസ്ത്രജ്ഞർ വെളിപ്പെടുത്തി തരട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള കാരണം. അത്രത്തോളം ഞാൻ പറഞ്ഞില്ലേ. ഇത് താൽക്കാലികമായി തൽക്കാലം നമുക്ക് ദൃശ്യമായതിൽ നിന്നും എടുത്തിട്ടുള്ള, ദൃശ്യമായതിൽ എന്നാൽ കലണ്ടർ നോക്കിയിട്ടും
ഉദയഭാരതം എന്ന എൻ ഗോപാലകൃഷ്ണേട്ടൻ പ്രതിനിധാനം ചെയ്തിരുന്ന ഒരു അവർ മുന്നോട്ട് വച്ചിരുന്ന ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഈ ഉദയഭാരതം എന്ന കലണ്ടറും അതിനോടനുബന്ധമായിട്ടുള്ള വിശേഷണങ്ങളും എല്ലാം നിലകൊള്ളുന്നത്. അദ്ദേഹത്തെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നൊരു മനുഷ്യനാണ്. ചിലപ്പോൾ അദ്ദേഹം ചില മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുന്ന പരാമർശങ്ങളെ വളരെ വൈകാരികമായിട്ടുള്ള വാക്കുകളോടെ നേരിട്ടതായിട്ടും പറഞ്ഞതായിട്ടൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള വാക്കുകൾ ആരെങ്കിലും ഉച്ചരിച്ചാൽ അതിന് തിരിച്ചു മറുപടി പറയുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ യുക്തിക്കനുസരിച്ചിട്ടുള്ള മറുപടി കൊടുക്കേണ്ടത് എപ്രകാരമാണോ എന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ്. എങ്കിലും അദ്ദേഹത്തിൽ വെച്ചുള്ള നല്ല അറിവുകളെ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്നു. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട ഒരാളുമായിരുന്നു എൻ ഗോപാലകൃഷ്ണേട്ടൻ. അദ്ദേഹത്തെ ഞാൻ ഈ സമയത്ത് അദ്ദേഹത്തിന് മഹാദേവി അല്ലെങ്കിൽ ഈശ്വരൻ എല്ലാ തരത്തിലുള്ള നിത്യശാന്തിയും ആയതുപോലെ തന്നെ മുക്തിയും മോചനവും നൽകി ജഗദീശ്വരൻ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി നൽകട്ടെ എന്നീ അവസരത്തിൽ ഞാൻ പറഞ്ഞുകൊള്ളുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ നാമത്തോടു കൂടി നിലകൊള്ളുന്ന അദ്ദേഹത്തിൻ്റെ നാമത്തോടല്ല, ഉദയഭാരതം എന്ന നാമത്തോടു കൂടിയാണ് കലണ്ടർ അടിച്ചിറക്കുന്നത്. ഡേറ്റ് നോക്കാനുള്ള ഏകദേശം അതെടുത്ത് പരിശോധിച്ചപ്പോഴാണ് ഈ മണ്ഡലകാലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ആയതിൽ നിന്ന് നമുക്ക് ദൃശ്യമായി കിട്ടിയിട്ടുള്ള വിവരങ്ങൾ പറഞ്ഞു എന്നുള്ളതുള്ളൂ. കാരണം ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ യുക്തിക്കും വ്യക്തിക്കും തനിക്കും മനുഷ്യകുലത്തിനും സമൂഹത്തിനും ആഗമനം മനസ്സിലാകത്തക്ക രീതിയിലുള്ള ആചരണങ്ങളും വാക്കുകളും അനുഷ്ഠാനങ്ങളും വേണം എന്നുള്ളത് കൊണ്ട് അപ്രകാരം ഉള്ള രീതിയിലൂടെ ഞാൻ വാക്കുകൾ സംസാരിക്കുന്നു, പറയുന്നു. നമുക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങളും ഞാൻ പറഞ്ഞില്ല. ഞാൻ മണ്ണിൽ പണിയെടുക്കുന്നവനാണ്, കൂലിപ്പണിയെടുക്കുന്നവനാണ്. 35 വർഷമായിട്ട് പ്രകൃതിയുമായി ഞാൻ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എനിക്ക് വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള അധികം വളർച്ച ഉണ്ടായിട്ടില്ല. സ്കൂൾ പഠനകാലത്ത് തന്നെ ഞാനൊരു പഠിക്കാൻ വേണ്ടിയുള്ള മടിയനായിരുന്നു. എങ്കിലും ഓർമ്മ വെച്ച സമയം മുതൽ നമ്മൾ ഒരു ജോലിക്കായി ഇറങ്ങി തുടങ്ങുന്ന ആ കാലം മുതൽ ജോലിയുമായിട്ട് വളരെ അടുക്കുവാനായിക്കൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. എടുക്കുന്ന പണി ആത്മാർത്ഥതയോടുകൂടി ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ട് ആണ് ഞാൻ എല്ലാ പണികളും ചെയ്തിരുന്നതെന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഇപ്രകാരം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ മണ്ഡലകാലത്തെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ വൃശ്ചികം 1 മുതലാണ് മണ്ഡലകാലം ആരംഭിക്കുന്നതായി കലണ്ടറുകളിൽ നമുക്ക് കാണുവാനായിക്കൊണ്ട് കഴിയുക. ഞാൻ പറയുന്നു, യുക്തിക്കും വ്യക്തിക്കും ഉതകുന്ന രീതിയിൽ എൻ്റെ കാഴ്ചപ്പാടിനെ എനിക്ക് ഇങ്ങനെ പരാമർശിക്കുവാനായിക്കൊണ്ടും കാണുവാനായിക്കൊണ്ടും സാധ്യമാകുകയുള്ളൂ. കാരണം ശബരിമലയിലേക്ക് പോകുന്നതായിട്ടുള്ള അയ്യപ്പനെ കാണാൻ വേണ്ടി പോകുന്നതായിട്ടുള്ള ആ തുടക്കം മുതലുള്ളൊരു കാലഘട്ടം വളരെ വൈകൃതവും ബുദ്ധിമുട്ടും വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നതായിട്ടുള്ളൊരു കാലഘട്ടത്താണ് ശബരിമല ആരാധനയുമായി ബന്ധപ്പെട്ട് അവിടത്തേക്ക് ആളുകൾ പോകുവാനായിക്കൊണ്ട് കേട്ടറിഞ്ഞ് അങ്ങനെ പോകുവാനായിക്കൊണ്ട് ആരംഭിച്ചിട്ടുള്ളത്. ഏകദേശം 1999 കാലഘട്ടത്തിൽ എൻ്റെ അച്ഛൻ മരണപ്പെടുന്നു. ആയതിനും ഒരുപാട് മുൻപ് എൻ്റെ കുട്ടിക്കാലത്ത് ഏകദേശം എനിക്ക് 55 വയസ്സ് ഇന്നായിട്ടുണ്ടെങ്കിൽ ഏകദേശം സ്കൂളിലൊരു 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ്റെ കൂടെ ഞാൻ ശബരിമലയിലേക്ക് പോയിട്ടുണ്ട്. അച്ഛൻ കൈപിടിച്ചാണ് പിന്നെ നീലിമലയും കരിമലയും എല്ലാം കയറ്റിയതും. അന്നും മകരവിളക്കിനായിരുന്നു പോയിരുന്നത്. എൻ്റെ അച്ഛനൊക്കെ 90 ദിവസമാണ് വ്രതം അക്കാലത്ത് അനുഷ്ഠിച്ചിട്ടുള്ളത്. തുലാമാസം 1-ാം തീയതി തുടങ്ങുന്ന വ്രതം തുലാം, വൃശ്ചികം, ധനു വരെ 90 ദിവസവും മകരവിളക്ക് കണ്ടിട്ടാണ്
ശബരിമലയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അന്ന് ഏകദേശം ഞങ്ങളുടെ ഏകദേശം കുറച്ച് 2-2.5 കിലോമീറ്റർ 3 കിലോമീറ്ററോളം വരുന്ന, അല്ലെങ്കിൽ 4 കിലോമീറ്ററിൻ്റെ അടുത്തുള്ള, അല്ലെങ്കിൽ അതിൽ കൂടുതലാണെന്ന് അറിഞ്ഞൂട, അത്രത്തോളൊരു ആ സ്ഥലത്തേക്കുള്ള ദൂരം എനിക്ക് പറയുക സാധ്യമല്ലെങ്കിലും 4-5 കിലോമീറ്ററിൻ്റെ അടുത്തുള്ളൊരു ക്ഷേത്രത്തിലെ ഒരു വാര്യർ എന്ന് പറയുന്ന ഒരാളായിരുന്നു ഗുരുസ്വാമിയായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് കാലങ്ങൾ ശബരിമലയിലേക്ക് പോയിട്ടുള്ള ഗുരുസ്വാമിയാണ്. അദ്ദേഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെയായിരുന്നു ഞങ്ങൾ ശബരിമലയ്ക്ക് പോയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ ഞങ്ങളന്ന് പോകുന്ന സമയത്ത് ശബരിമലയിൽ കണ്ട പ്രകാരമുള്ള അലങ്കാരങ്ങളോ ചമയങ്ങളോ വർണ്ണങ്ങളോ ഒന്നും കാണാനായിക്കൊണ്ട് സാധിച്ചിരുന്നില്ല. കാരണം അപ്രകാരമുള്ള കലകളൊന്നും അന്നവിടെ ആവർത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത്തെ വർഷം പോകുന്ന ഒരു കന്യസ്വാമി 18-ാം പടിയിലായിരുന്നു നാളികേരം ഉടച്ചിരുന്നത്. അത് 2ാമത്തെ വർഷം പോകുന്ന ആളായിക്കൊള്ളട്ടെ 2ാമത്തെ പടിയിലും നമ്മൾ അടിക്കുന്ന പക്ഷം തന്നെ ആ നാളികേരത്തിൻ്റെ കഷ്ണം പകുതി ഭാഗം തെറിച്ചു പോകുന്നത് ചിലരുടെ കാലുകളൊക്കെ തട്ടാൻ തിരക്കുണ്ടാകുമ്പോൾ അത് അടിക്കുക അസാധ്യമാണ്. പക്ഷേ ഞങ്ങളൊക്കെ പോകുമ്പോൾ, ഞാനന്ന് 2 വർഷമാണ് അച്ഛൻ്റെ കൂടെ പോയിട്ടുള്ളത്. അച്ഛൻ 3 വർഷവും ആ കാലഘട്ടത്തിൽ, ആദ്യം അച്ഛൻ ഒറ്റയ്ക്കും പിന്നീട് പോകുന്ന സമയത്ത് ഞാനും എൻ്റെ ജ്യേഷ്ഠനും വേറെ എൻ്റെ കുടുംബത്തിൽപ്പെട്ട, അച്ഛൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു മകനും ഉണ്ടായിരുന്ന, എൻ്റെ അനുജൻ്റെ സ്ഥാനത്തിരിക്കുന്ന വലിയച്ഛൻ്റെ ഒരു മകനായിരുന്നു. അങ്ങനെ ഞങ്ങൾ